അപ്പോൾ ഈ വീഡിയോയിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ലോ അല്ലേ? എന്താണ് ലോ? ലോ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം നിയമം എന്നാണ്. അപ്പോൾ ആദ്യ നിയമം, ചലനത്തിൻ്റെ ആദ്യ നിയമം എന്താണ്? ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനത്തിൻ്റെ നിയമങ്ങൾ. അപ്പോൾ ചലിക്കാൻ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ നിയമം എന്ന് പറയുന്നത്? ഫിസിക്സിലെ നിയമവും നമ്മൾ സാധാരണ പറയുന്ന നിയമവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഹെൽമറ്റ് ഇടാതെ ചില ആളുകൾ റോഡിൽ വണ്ടി ഓടിക്കാറുണ്ട്. അത് നിയമത്തിനെതിരെയാണ് അല്ലേ? ചില ആൾക്കാർ ഹെൽമറ്റ് ഇടാതെ വണ്ടി ഓടിക്കാറുണ്ട്. പക്ഷെ ഫിസിക്സിൽ അങ്ങനെയല്ല. ഫിസിക്സിൽ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കുള്ളൂ. നമ്മളെ നിയമം പോലല്ല. ഫിസിക്സിലെ നിയമം കുറേ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫിസിക്സിനെ അതിനെ നിയമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചലനത്തിന് ന്യൂട്ടൺ കണ്ടെത്തിയത് 3 നിയമങ്ങളാണ്. അപ്പോൾ ചലിക്കുന്ന കാര്യവും ചലനത്തിൻ്റെ ചലനം നമുക്ക് പ്രവചിക്കാൻ കഴിയും ന്യൂട്ടൻ്റെ ഈ ലോ നിയമങ്ങൾ ഉപയോഗിച്ച്. അപ്പം ആദ്യത്തെ നിയമം എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫോഴ്സ് എന്താണെന്ന് പറയാം. ന്യൂട്ടൻ്റെ ലോന് പറയുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫോഴ്സ് എന്താണെന്ന് പറയാം അല്ലേ? ഫോഴ്സ്, FORCE. ഫോഴ്സിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. എളുപ്പത്തിൽ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? പുഷിങ് ഓർ പുള്ളിങ് ആണെന്ന് പറയാം. അഥവാ ഉന്തുകയും തള്ളുകയും അല്ലേ? ഉന്തുന്നതും തള്ളുന്നതാണ് ഫോഴ്സ് എന്ന് പറയാം. ഉന്തുന്നതും തള്ളുന്നതാണ് ഫോഴ്സ് എന്ന് പറയാം. അല്ലെ, ഉന്തുന്നതും വലിക്കുന്നതും അല്ലേ? ഉന്തുന്നതും വലിക്കുന്നതാണ് ഫോഴ്സ് എന്ന് പറയാം. പിന്നെ വേറെ 2 ടൈപ്പ് ഫോഴ്സ്, വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയാം. ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു വാതകമുണ്ട് അല്ലേ? ഒരു ഗ്യാസ് ഉണ്ട്. ഗ്യാസിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് തമ്മിൽ എന്താക്കും? ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയും. ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയും. ആറ്റംസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സുകൾ നമ്മൾ ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയും. കാരണം അത് ഇൻറ്റേർണൽ, അഥവാ ഉള്ളിലാണ്, ഒരു സാധനത്തിൻ്റെ ഉള്ളിലാണ്. അതാണ് ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയും. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം പഠിച്ചു വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് എന്ന് ഒരു കട്ട ഉണ്ട്. ആ കട്ടനെ ഞാൻ പിടിച്ച് വലിച്ചു. അത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും. പിന്നെ ഈ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അത് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ഞാൻ പിടിച്ച് വലിച്ചു കേട്ടോ. ഞാൻ ചെറിയ മനുഷ്യനല്ലേ, ഞാൻ ഇവിടെ പിടിച്ച് വലിച്ചു. ഞാൻ പിടിച്ച് വലിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ആനല്ലേ, ആന പിടിച്ച് വലിച്ചു. വരയ്ക്കുന്നതെല്ലാം ക്ലിയർ അല്ല. ഒരു മിനിറ്റ്, എളുപ്പത്തിൽ പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഞാൻ വലിയ ഫോഴ്സ് കൊണ്ട് വലിച്ചു, ഇവിടെ കുറച്ച് ചെറിയ ഫോഴ്സ് കൊണ്ട് വലിച്ചു. അപ്പോൾ അതിനെ നെറ്റായിട്ട് എങ്ങോട്ടായിരിക്കും പോവുക? ഇങ്ങോട്ടേക്കായിരിക്കും പോവുക അല്ലേ? ഇങ്ങോട്ടേക്കായിരിക്കും. കാരണം ഇവിടെയാണ് കൂടുതൽ ഫോഴ്സ് കൊടുത്തത്, ഇങ്ങോട്ടേക്കാണ് കൂടുതൽ ഫോഴ്സ് കൊടുത്തത്. അപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും പോവുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാം അല്ലേ? നെറ്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാണപ്പെടുന്ന അല്ലെങ്കിൽ നെറ്റായിട്ട് അവസാനം കിട്ടുന്നതായിട്ടുള്ള ഫോഴ്സ്, അതിനെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പഠിച്ച രീതിയിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗലീലിയോൻ്റെ ഈ ഫസ്റ്റ് ലോ ഗലീലിയോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച ലോ ഓഫ് ഇനേഷ്യ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ലോ ഓഫ് ഇനേഷ്യയിൽ നിന്നാണ് ഫസ്റ്റ് ലോ ന്യൂട്ടൻ ഉണ്ടാക്കുന്നത്. ലോസ് ഓഫ് മോഷൻ്റെ ഫസ്റ്റ് ലോ, ചലനത്തിൻ്റെ നിയമങ്ങളിൽ ആദ്യത്തെ ലോ ഉണ്ടാക്കുന്നത് ഗലീലിയോൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഗലീലിയോൻ്റെ എക്സ്പെരിമെൻറ്റ് ന്യൂട്ടൻ പഠിച്ചിട്ട് ന്യൂട്ടൻ പറയുന്നതാണ്, ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് 0. എന്ന് വെച്ചാൽ നമ്മളുടെ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബോഡി ആക്സിലറേറ്റ് ചെയ്യില്ല. ആക്സിലറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡീൻ്റെ വെലോസിറ്റി മാറില്ല.
ബോഡിൻ്റെ വെലോസിറ്റി മാറില്ല എന്ന് പറയുമ്പോൾ രണ്ട് കേസ് ഉണ്ടല്ലേ. ഒന്നെങ്കിൽ അത് റെസ്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ അത് യൂണിഫോം മോഷനിലായിരിക്കണം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അഥവാ മാറാതെ, വെലോസിറ്റി മാറാതെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ആക്സിലറേഷൻ ക്യാൻ ബി നോൺ സീറോ ഇഫ് ദർ ഈസ് എ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ ബോഡി. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താലേ, നമ്മൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായി? ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുള്ളൂ അല്ലേ. A=v - u/t നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ആണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഇത് നമുക്ക് വേറെ രീതിയിലും പറയാൻ കഴിയും അല്ലേ. ഇത് വേറെ രീതിയിൽ പറയുന്നത് എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless compelled by some external force to act otherwise. നമ്മൾ വേറൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡി എന്തിലായിരിക്കും? യൂണിഫോം മോഷനിലായിരിക്കും, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. മനസ്സിലായല്ലേ? ഇതാണ് എന്ത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഇതിൻ്റെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണെന്ന് പഠിക്കും. പിന്നെ അതിൻ്റെ മൊമെൻറ്റം ഇമ്പൾസ് എന്ന് പഠിക്കും. പിന്നെ ന്യൂട്ടൻ്റെ തേർഡ് ലോ പഠിക്കും. അങ്ങനെ ആ 3 ലോ പഠിച്ച് പിന്നെ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം.